പലതരം സർജറികളുടെ കാലത്ത് പലപ്പോഴും റോബോട്ടിക് സർജറി എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. ഡോക്ടർമാർ ചെയ്യാറുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മളൊരു റോബോട്ടിനെ ആശ്രയിക്കുന്നത് എന്നൊക്കെ പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരോഗ്യത്തിൽ നിന്ന് എൻ്റെ കൂടെ ഉള്ളത് മെഡിക്കൽ ട്രസ്റ്റിലെ സീനിയർ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ സച്ചിൻ ജോസഫാണ്. ഡോക്ടർ വെൽക്കം. താങ്ക് യു. പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അങ്ങനെ അല്ലെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടർമാരുള്ളപ്പോൾ ഒരു റോബോട്ടിനെ വിശ്വസിച്ച് എങ്ങനെയാണ് നമ്മളെ അവർക്ക് കൊടുക്കുക എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണ്? ബേസിക്കലി നമ്മൾ ഒരു പേഷ്യൻറ്റിനെ റോബോട്ടിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ്സ് ആക്ച്വലി ദ സർജൻ ഹൂ ഈസ് ഡൂയിങ് ദ പ്രൊസീജിയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റോബോട്ട്. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ മെഡിക്കലി ഉള്ള റോബോട്ട്സ് എന്ന് വെച്ചാൽ അവർ സ്ലേവ് റോബോട്ട്സ് ആണ്. ലൈക്ക് നമ്മുടെ കമാൻഡ്സ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഒരു സ്റ്റൈലിലാണ് അത് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മളാണ് അതിനെ കൺട്രോൾ ചെയ്യണത്. ആൻഡ് ഓരോ സ്റ്റെപ്സും നമ്മൾ ഡിസൈഡ് ചെയ്യണം എങ്ങനെ പോകണം, എവിടെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഒരു റോബോട്ട് ഒരു പ്രീ പ്രോഗ്രാംഡ് ആയിട്ട് ഒരു പ്രൊസീജിയർ ചെയ്യുകയല്ല ചെയ്യണത്. ആക്ച്വലി വി ആർ ഡൂയിങ് ദ സർജറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റോബോട്ട്. അങ്ങനെ റോബോട്ടിൻ്റെ കുറച്ച് സഹായങ്ങൾ നമ്മൾ എടുക്കുന്നു. അതിൻ്റെ കുറച്ച് നമ്മുടെ സർജറീസ് കുറച്ചുകൂടെ സുഗമമാക്കാനുള്ള രീതിയിലുള്ള ഹെൽപ്പ് നമ്മൾ റോബോട്ടിലൂടെ എടുക്കുന്നു. അത്രയേ ഉള്ളൂ ഒരു റോബോട്ടിക് സർജറിയിൽ ഒരു സാധാരണ സർജറി എന്നുള്ളൊരു വ്യത്യാസം. അപ്പം നമ്മൾ ഈ സിനിമകൾ കണ്ടിട്ടാണല്ലോ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഒരു റോബോട്ടിക് സർജറിക്ക് നമ്മൾ ചെല്ലുക എന്ന് പറയുമ്പോൾ, സോ യു ഹാവ് റോബോട്ടിക് ആംസ് അങ്ങനെയാണോ, അതോ വേറെ സ്ഥലത്ത് നിന്ന് കമാൻഡ് കൊടുത്തിട്ടാണോ അത് ചെയ്യണത്? ഹൗ ഡു യു ഡു ഇറ്റ്? ഐ തിങ്ക് പൊതുവേ ഉള്ളൊരു എനിക്ക് തോന്നുന്നു ഒരു മിഥ്യാധാരണയാണ്. അതായത് നമ്മൾ റോബോട്ട് എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ ജയൻറ്റ് റോബോട്ട് അങ്ങനെ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയല്ല നമ്മുടെ മെഡിക്കൽ റോബോട്ട് എന്ന് പറയുന്നത്. ലൈക്ക് ബേസിക്കലി ഒരു റോബോട്ടിക് സിസ്റ്റത്തിൽ 3 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് ഒന്ന് വെച്ചാൽ സർജൻസ് കൺസോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ സർജൻ ഇരിക്കുന്നു. സർജൻ്റെ കമാൻഡ്സ് അവിടെ നിന്ന് കൊടുക്കുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യണത് പേഷ്യൻ്റ് കാർട്ടിൽ. അപ്പം സർജൻസ് കൺസോൾ ഉണ്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പേഷ്യൻ്റ് കാർട്ട്. പേഷ്യൻ്റ് കാർട്ടിൽ എന്ന് വെച്ചാൽ അതിന് 4 ആംസ് ഉണ്ടാവും. അപ്പോൾ ആ ആംസിലേക്ക് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് കണക്ട് ചെയ്യുന്നു. അത് പേഷ്യൻസിൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വയറിനുള്ളിലെ സർജറി ആണെങ്കിൽ അതിനകത്തൊരു പോട്ട്സ് ഇടും. ആ പോട്ടിനകത്തൂടെ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കി അതിനകത്തേക്ക് ഒരു പേനയുടെ സൈസിലുള്ള ഒരു പോട്ട് ഇടുന്നു. അതിനകത്തൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് ആ ക്യാവിറ്റിയുടെ അകത്തേക്ക് വയറിനുള്ളിലേക്ക് നമ്മൾ ലാപ്രോസ്കോപ്പിയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. അതുപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. പക്ഷെ നമ്മളത് ഡയറക്റ്റ് ആ ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യുമല്ല, ത്രൂ ദ റോബോട്ടാണ് നമ്മളതിനകത്ത് കൺട്രോൾ ചെയ്യുന്നത്. ആ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ത്രൂ ദ റോബോട്ടാണ് നമ്മൾ കൺട്രോൾ കൊണ്ടുവരുന്നത്. മൂന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു വിഷൻ കാർഡ്, പിന്നെ ഒരു പ്രോസസ്സർ യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന കമാൻഡ്, സർജൻസ് കൺസോളിൽ ഇരുന്ന് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഈ പ്രോസസ്സിങ് യൂണിറ്റിൽ പോയിട്ട് അവിടെ നിന്ന് അതിൻ്റെ ബാക്കി സിഗ്നൽസ് പേഷ്യൻ്റ് കാർട്ടിലേക്ക് ചെല്ലുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്സിൻ്റെ റിസൾട്ട്സ് സർജറിയുടെ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആയിട്ട് ആ ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് വരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓപ്പൺ സർജറി എന്ന് വെച്ചാൽ നമ്മളൊരു കത്തി വെച്ചിട്ട് മുറിക്കുന്നു. അതിന് പകരം ഇവിടെ ഒരു ഇൻസിഷൻ ഇടാനുള്ള അല്ലെങ്കിൽ മുറിക്കാനുള്ള ഒരു ഉപകരണം, ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ മൂവ്മെൻറ്റ്സ് അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നമ്മൾ സർജൻസ് കൺസോളിലിരുന്ന് നമ്മൾ അതിൻ്റെ രീതി ആ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള കമാൻഡ്സ് നമ്മുടെ ഫിംഗർ മൂവ്മെൻറ്റ്സിലൂടെ അത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു റോബോട്ടിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഒരു സർജൻസ് കൺസോൾ ഉണ്ട്, പേഷ്യൻ്റ് കാർട്ട് ഉണ്ട്, പിന്നെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്. ഈ 3 കൂടെ ചേർന്നിട്ടാണ് ഒരു റോബോട്ടിക് സിസ്റ്റം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേഷ്യൻ്റ് കാർട്ട് മാത്രം വെച്ചിട്ട് ഒരു സർജറി നടക്കില്ല. സർജൻ ഉണ്ടാവണം അവിടെ. നമ്മൾക്ക് ആ സർജറി എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എവിടെ ചെയ്യണം, ഏത് എക്സ്റ്റെൻറ്റ് വരെ അത് പോകണം എന്നുള്ള ഡിസിഷൻസൊക്കെ നമ്മൾ തന്നെ എടുക്കുന്നത്. ഇൻഫാക്ട് സർജറി ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് വിത്ത് ആൻ അസിസ്റ്റൻസ് ഓഫ് എ റോബോട്ട് വിച്ച് ഗിവ്സ് ബെറ്റർ പ്രിസിഷൻ. നമ്മുടെ സർജറിക്ക് കുറച്ചുകൂടെ ഒരു പ്രിസിഷൻസ് കൊണ്ടുവരുന്നു. സർജറീസ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കുന്നു. സ്റ്റെപ്സൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കുന്നു. ആ സ്മൂത്ത് ആക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് നമ്മളിപ്പോൾ ഒരു ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുമ്പോൾ നമുക്ക് 2 കൈയുണ്ട്. ആ 2 കൈയിൽ റൈറ്റിലും ലെഫ്റ്റിലും നമ്മൾ 2 ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുവാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ വിഷൻ വേണം, നമുക്ക് കാണണം, അവിടെ ആ ഒരു ഫീൽഡ് കാണണം. അപ്പോൾ ആ ഫീൽഡ് കാണിക്കാൻ നമുക്കൊരു അസിസ്റ്റൻറ്റ് വേണം അവിടെ. സംവൺ എൽസ് ഈസ് ഹോൾഡിങ് ദ ക്യാമറ ദർ. ഇനി അതുകൂടാതെ വേറെ കുറച്ച് ചില ഭാഗങ്ങളൊന്ന് മാറ്റി നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ ഒരു കുളം, അതിനകത്ത് കുറച്ച് പായലുണ്ട്.
ആ പായലിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ഉള്ളിലേക്ക് പോയി അടിയിലൊരു കാര്യം ചെയ്യണം. അപ്പോൾ സർജൻ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളത്തിനടിയിലെ കാര്യമാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആ പായൽ മാറിയാലേ ആ ഒരു സ്പേസ് ഉണ്ടാക്കി അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പായൽ മാറ്റുക, ആ ഒരു കാര്യം നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് പിന്നെ അകത്തേക്ക് പോയി ഉള്ളിലേക്ക് പോയി ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് സംവൺ എൽസ് ടു ഡു ദാറ്റ്. ഒരു എന്തെങ്കിലും ഒരു ഉപകരണം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക, സോ ദാറ്റ് വി ഹാവ് ദാറ്റ് ആക്സസ് ആ ഡെപ്തിലേക്ക് ബാക്കി ഉള്ളിലേക്ക് പോകാനുള്ളൊരു ആക്സസ് ഉണ്ട്. അപ്പോൾ ഒരു കീ ഹോൾ സർജറിയിലും ഇതേ പ്രിൻസിപ്പിൾ തന്നെ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് റിട്രാക്ട് ചെയ്താലേ നമുക്ക് അതിനുള്ളിലേക്ക് നമുക്ക് കൂടുതൽ ഫെർദർ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റിട്രാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു അസിസ്റ്റൻറ്റിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ക്യാമറ പിടിക്കാൻ ഒരാൾ വേണം, നമ്മൾ പോണ ഏരിയയിലേക്ക് കറക്റ്റായിട്ട് അത് കാണിച്ചു തരാനായിട്ട്. ഒരു കീ ഹോൾ സർജറിയിൽ ആ വിഷൻ നമുക്ക് വേണ്ട രീതിയിൽ ഉള്ളിലേക്ക് പോകാനായിട്ടൊരു ക്യാമറാമാൻ വേണം. മീൻസ് ഹു നോസ് ഇതിനെപ്പറ്റി, നമ്മുടെ സർജറിയുടെ സ്റ്റെപ്സൊക്കെ അറിയുന്ന ആളായിരിക്കണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളായിരിക്കും. അപ്പം വി നീഡ് എ ക്യാമറാമാൻ ദർ. അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ കുറച്ച് റിട്രാക്ഷന് വേണ്ടിയിട്ട് വേറൊരാളുടെ ഒരു സപ്പോർട്ട് വേണം. സോ ബേസിക്കലി ഇറ്റ്സ് എ ടീം വർക്ക് അവിടെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് റോബോട്ടിക് സർജറി വരുമ്പോൾ ഈ ആളുകളുടെ എല്ലാം ജോലി നമ്മുടെ റോബോട്ട് തന്നെ ചെയ്യുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൈ കൊണ്ടും നമ്മുടെ കാലുകൊണ്ടും സർജൻസ് കൺസോളിലിരുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ ക്യാമറ ഇന്ന സ്ഥലത്തേക്ക് വേണം, എനിക്ക് തന്നെ തീരുമാനിക്കാം. ഒരു ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റിനോട് ആ സ്ഥലത്തേക്ക് ഒന്ന് കാണിക്കാമോ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് അവർ കാണിച്ചെന്നിരിക്കും, പക്ഷേ ചിലപ്പോൾ അത് കാണിക്കാതെയും വരാം. പക്ഷേ ഒരു റോബോട്ടിക് പ്രൊസീജിയറിൽ നമുക്ക് തന്നെ അത് നമ്മുടെ കൺട്രോളിലാണ്. എൻ്റെ രണ്ട് കൈയും വർക്ക് ചെയ്യും, അറ്റ് ദ സെയിം ടൈം എനിക്ക് ക്യാമറ മാനിപ്പുലേറ്റ് ചെയ്യാം, എനിക്ക് വേണ്ട ഡെപ്തിൽ വയ്ക്കാം, എനിക്ക് വേണ്ട ആംഗിളിൽ വയ്ക്കാം, ആ വിഷൻ ആ ഒരു ആംഗിളിൽ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഓൾസോ ആ റിട്രാക്ഷൻ പാർട്ട് അതും നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം, വേറൊരാളുടെ സഹായം വേണ്ട. അപ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് സർജറി നടക്കും, കുറച്ചുകൂടെ ബെറ്റർ കോർഡിനേറ്റഡ് ആവും. രണ്ടാമത്തത് അതിൻ്റെ വിഷൻ കുറേ കൂടെ ബെറ്റർ, കുറച്ചുകൂടെ മാഗ്നിഫൈഡ് ആണ്, കുറേ കൂടെ ബെറ്ററാണ്. ഒരു ലാപ്രോസ്കോപ്പിക് സർജറിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ വിഷൻ. നമുക്ക് കാഴ്ച നന്നാവുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ സർജറി കുറച്ചുകൂടെ സ്മൂത്തറാവും. ഒരു ബ്ലീഡിങ്, നമുക്ക് ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് വെച്ചാൽ ബ്ലീഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ അത് കൺട്രോൾ ചെയ്യാം. അപ്പം സർജറി ടൈം കുറയും, ബ്ലീഡിങ്ങിൻ്റെ ചാൻസ് കുറയും. സർജറി ടൈം കുറയുമ്പോൾ അതനുസരിച്ച് റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്റർ ആവും. അപ്പം ബേസിക്കലി ഒരു റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ട് ചെയ്യുക എന്നുള്ളതല്ല, ഒരു സർജൻ്റെ സഹായത്തോടെ, സർജനാണ് ആക്ച്വലി ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റോബോട്ട്. റോബോട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ഒരു സർജൻ്റെ സർജറിയിൽ ആ റോബോട്ടിൻ്റെ അഡ്വാൻറ്റേജും കൂടെ, റോബോട്ടിക്സിൻ്റെ അഡ്വാൻറ്റേജും കൂടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുവാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറി ഒരിക്കലും അൺസേഫ് അല്ല. സാധാരണ ഒരു നോർമൽ സർജറിനേക്കാളും കുറച്ചുകൂടെ സേഫ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ് ബിക്കംസ് ഈസിയർ, സർജറി ബിക്കംസ് ഈസിയർ, ഇറ്റ് ബിക്കംസ് സേഫർ. അപ്പോൾ ഞാൻ അവിടെ ചോദിക്കട്ടെ, യു സേ ഇറ്റ് ബിക്കം സേഫ്, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എൻ എക്യുപ്മെൻറ്റ്. ഓക്കെ, ഹാൻഡ്ലിങ് ആൻ എക്യുപ്മെൻറ്റ്, മാൽ ഫങ്ഷൻസ്, ഇപ്പോൾ നമ്മൾ സർജറീസ് ഫെയിൽ ആവാറുണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര മിടുക്കനായിട്ടുള്ള സർജൻ്റെ കാരിയർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അയാൾക്ക് പറയാൻ കാണും എൻ്റെ ഒരു ഫെയിൽഡ് സർജറി എന്നുള്ളത്. കാരണം ഇത്ര എണ്ണത്തിൽ പ്രോബബിലിറ്റി തിയറി വെച്ചിട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ എന്നുള്ളത്. അപ്പോൾ ഇതൊരു എക്യുപ്മെൻ്റ് ആണല്ലോ. സോ വാട്ട് ഇഫ് ഇറ്റ് മാൽ ഫങ്ഷൻസ്, ലൈക്ക് ഡൂയിങ് ഇൻ റൈറ്റ് ഇൻ ദ മിഡിൽ ഇറ്റ് ഗോസ് ക്രേസി, അങ്ങനെ എന്തെങ്കിലും, അങ്ങനത്തെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലാപ്രോസ്കോപ്പിക് സർജറിയിൽ സിസ്റ്റംസ് ക്യാൻ ഫെയിൽ. ക്യാമറ സിസ്റ്റം അത് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു സ്വിച്ച് ഓവർ ടു പ്ലാൻ ബി, വേറെ ഒരു ക്യാമറ കൊണ്ടുവരിക. അല്ലെങ്കിൽ ക്യാമറ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് സംടൈംസ് മേ ഹാവ് ടു സ്വിച്ച് ഓവർ ടു അതർ ഓപ്ഷൻസ് ഓഫ് സർജറി. ഫോർ എക്സാമ്പിൾ ഓപ്പൺ സർജറി ആക്കണം. നമ്മുടെ സിസ്റ്റം മാൽ ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലാൻ, ഇപ്പം നമുക്ക് ഏത് പ്രൊസീജിയർ ആയാലും വി ഹാവ് എ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. പൊതുവേ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ പ്ലാൻ എ വർക്ക് ചെയ്തില്ലെങ്കിൽ പ്ലാൻ ബിയിലേക്ക് പോകണം. ഇപ്പോൾ റോബോട്ടിക്സിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മെഷീൻ, ഇറ്റ് ക്യാൻ മാൽ ഫങ്ഷൻ. പക്ഷേ റോബോട്ടിക്സ് ഈസ് എ ന്യൂ സിസ്റ്റം, അതുകൊണ്ട് മാൽ ഫങ്ഷനിങ് നമുക്ക് അധികം നേരിടേണ്ടി വന്നിട്ടില്ല. മേ ബി ആസ് ഇറ്റ് ഗ്രോസ് ഗെറ്റ്സ് ഏജ്ഡ് വേറെ ടയറൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. ബട്ട് സ്റ്റിൽ അതിൻ്റെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേറെ ടയറിൻ്റെ ചാൻസ് വളരെ കുറവാണ്. ഇഫ് അറ്റ് ഓൾ ദാറ്റ് ഹാപ്പൻസ്, നമുക്ക് ഡെഫിനറ്റ്ലി അതർ ഓപ്ഷൻസിലേക്ക്, നമുക്ക് കീ ഹോളിലേക്ക് പോവാം, അതല്ലെങ്കിൽ ഓപ്പൺ സർജറിയിലേക്ക് പോവാം. ഒരു റോബോട്ട് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഡോക്ക് ചെയ്യാനായിട്ട് ലെസ് ദാൻ 2 minutes ആണ്. അത് ആ റോബോട്ടിൻ്റെ ആംസ് നമ്മൾ റോബോട്ടിക് സർജറിയിൽ ആദ്യം പേഷ്യൻറ്റിനെ നമ്മൾ കിടത്തി അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കി അതിനകത്തേക്ക് പോഡ്സ് ഇട്ടിട്ട് ഈ പോഡ്സ് ആർ ഗെറ്റിംഗ് അറ്റാച്ച്ഡ് ടു ദ റോബോട്ടിക് ആംസ്. അതിനാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പ്ലാൻ, സപ്പോസ് റോബോട്ട് മാൽ ഫങ്ഷൻ ചെയ്ത് അടുത്തൊരു പ്ലാനിലേക്ക് പോകണമെങ്കിൽ, പ്ലാൻ ബിയിലേക്ക് പോകണമെങ്കിൽ നമുക്കിത് അൺഡോക്ക് ചെയ്യണം. അൺഡോക്കിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ജസ്റ്റ് 1 minute, ലെസ് ദാൻ 1 minute. ജസ്റ്റ് റിമൂവ് ഇറ്റ് ആൻഡ് ഗോ ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. അങ്ങനെ പോവാം. ഇപ്പം ഈ റോബോട്ടിക് സർജറിയിൽ ഇപ്പോൾ പ്രിസിഷൻ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പ്രിസിഷൻ്റെ കാര്യമുണ്ട്. അതുപോലെ അത് കുറച്ചും കൂടെ ടൈം
കുറവുള്ളൊരു കാര്യമാണ്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് അതിനെക്കുറിച്ച് പറയണത്. അപ്പം ഈ ഒരു പ്രിസിഷനും ഇതുമൊക്കെ അല്ലാതെ നമുക്ക് യു ഹാവ് എ വെരി ഗുഡ് സർജൻ ഇവിടെ ഉണ്ടെങ്കിൽ വൈ ഷുഡ് ആസ് എ പേഷ്യൻറ്റ് എന്തിന് ഞാൻ റോബോട്ടിക്കിന് പോകണം? കാരണം അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണല്ലോ. അപ്പം അങ്ങനെയുള്ളപ്പം എനിക്കിപ്പോൾ ഞാൻ സച്ചിൻ ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് യു ആർ റിയലി ഗുഡ്. അപ്പോൾ ഡോക്ടർ അത് ചെയ്യുമ്പോൾ ഞാൻ എന്തിന് കൂടുതൽ പൈസ കൊടുത്തിട്ട് ഞാനത് ചെയ്യണം? ഡോക്ടർക്കല്ലേ റോബോട്ടിക് സർജറി കൂടുതലാവും? നമുക്ക് നമ്മുടെ കൈക്ക് ഒരു 5 ഡിഗ്രീസ് ഓഫ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ പറയുക നോർമലി ഒരു ഡിഗ്രീസ് ഓഫ് മൂവ്മെന്റ്സ്. പക്ഷെ ഒരു റോബോട്ടിക് ആമിന് 7 ഡിഗ്രീസ് ഓഫ് മൂവ്മെന്റ്സ് ആണ്. ഒരു എക്സ്ട്രാ 2 ഡിഗ്രീസ് ഓഫ് മൂവ്മെന്റ്സ് വരുവാണ് അവിടെ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് സർജറീസ് കുറച്ചുകൂടെ ബെറ്റർ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വെച്ചാൽ യൂറിനറി ബ്ലാഡറിൻ്റെ ജസ്റ്റ് താഴെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഇരിക്കുന്നത്. നമ്മുടെ വയറിൻ്റെ ഏറ്റവും അടിഭാഗത്താണ്. അവിടേക്ക് ചെന്ന് ഉള്ളിൽ കൂടെ ഈ മിനിമലി ആക്സസ് സർജറീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ ഡിഫിക്കൽട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് കോംപ്രമൈസസിലേക്ക് പോകേണ്ടി വരും. വി ആർ ഫോഴ്സ് ടു മേക്ക് സം കോംപ്രമൈസസ് എന്ന് വെച്ചാൽ ഒരു ലൈഫ് ത്രെറ്റനിങ് കോംപ്രമൈസസ് അല്ലാതെ ബട്ട് ഫങ്ഷണൽ കോംപ്രമൈസസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും ഡിഫിക്കൽട്ടി കൂടുമ്പോൾ. പക്ഷേ ഈ ഒരു അഡീഷണൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുമ്പോൾ നമുക്ക് ആ കോംപ്രമൈസസ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ കേസിൽ നമുക്കൊരു പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് എന്ന് വെച്ചാൽ 1 യൂറിൻ ലീക്ക് ഉണ്ടാവുക, 2 ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരിക. കാരണം ഇത് രണ്ടും നമുക്ക് നല്ല രീതിയിൽ ഒരു റോബോട്ടിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് ഒരു പ്രോസ്റ്റേറ്റ് സർജറിനെ സംബന്ധിച്ചിടത്തോളം. റോബോട്ടിക് പ്രോസ്റ്റേറ്റ് സർജറിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിസിഷനും സേഫ്റ്റിയൊക്കെ കൂടാതെ പ്രിസിഷൻ കൊണ്ട് തന്നെ നമുക്ക് ഈ ഫങ്ഷൻസ് കുറേ കൂടെ ബെറ്ററായിട്ട് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ എൻ്റെ സർജറിയുടെ എൻ്റെ സ്കില്ല് കൊണ്ടിട്ട് എനിക്കത് ചെയ്യാം. പക്ഷേ എൻ്റെ കൈയുടെ ഡിഗ്രി ഓഫ് മൂവ്മെൻറ്റ്സ് അതിനേക്കാളും ഒരു എക്സ്ട്രാ 2 ഡിഗ്രി ഓഫ് മൂവ്മെൻറ്റ്സ് ഞാൻ ചെയ്യണേ. ഇപ്പം ഞാനൊരു സർജറി ചെയ്യുന്നു, അതേ ഞാൻ തന്നെ ഒരു എക്സ്ട്രാ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റും കൂടെ വരുമ്പോൾ എനിക്ക് കുറേ കൂടെ ബെറ്റർ ആയിട്ടല്ലേ ചെയ്യാൻ പറ്റുക. ഇറ്റ്സ് ഗുഡ് ഫോർ ദ പേഷ്യൻ്റ് ഓൾസോ. ഡോക്ടർ അത് ആകുമ്പോൾ നമ്മുടെ അത്രയും കുറച്ച് കട്ടിങ്ങും കുറച്ച് ഇതും വഴി പോകുന്നു എന്നുള്ളതല്ല. അതായത് കുറച്ചുകൂടെ സങ്കീർണമായ പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുവാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ദ റിസൾട്ട്സ് വിൽ ബി ബെറ്റർ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി, ശരിക്കും കോംപ്ലിക്കേറ്റഡ് സർജറീസിന് മാത്രമാണോ റോബോട്ടിക് സർജറി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിൽ നമുക്ക് കോസ്റ്റ് ഒരു ഫാക്ടറാണ്. നമ്മളെപ്പോഴും കോംപ്ലിക്കേറ്റഡ് സർജറീസിനാണ് കൂടുതലും ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ പോവുക. ഇപ്പം പക്ഷേ വെസ്റ്റേൺ പോപ്പുലേഷനിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. അപ്പോൾ ആക്ച്വലി നമുക്കൊരു റോബോട്ടിക് സർജറി എന്ന് വെച്ചാൽ ഈ കീ ഹോളായിട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ സർജറീസും നമുക്ക് റോബോട്ടിക്കലി ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെർണിയ, അല്ലെങ്കിൽ അപ്പൻഡിക്സിൻ്റെ സർജറി, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിൻ്റെ സർജറി, കോളിസിസ്റ്റെക്ടമി, കുടലിൻ്റെ സർജറീസ് എല്ലാം നമുക്ക് ചെയ്യാം. ഇപ്പം യൂറോളജീനെ സംബന്ധിച്ചിടത്തോളം ഒരു കിഡ്നി റിമൂവ് ചെയ്യാം. കിഡ്നിയിലൊരു ട്യൂമർ വന്നാൽ അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ സർജിക്കൽ ഓപ്ഷൻസ് പ്ലാൻ ചെയ്യുക. വളരെ ഏർലി ആണെങ്കിൽ നമുക്ക് തടിപ്പ് മാത്രമായിട്ട് മാറ്റാൻ പറ്റും. കുറച്ച് അഡ്വാൻസ്ഡ് ആണെങ്കിൽ ചിലപ്പം കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് മാറ്റേണ്ടി വരും. പണ്ടത് കിഡ്നിയിൽ ഏത് സ്റ്റേജിൽ ട്യൂമർ വന്നാലും നമ്മൾ കിഡ്നി മാറ്റുക എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ശാസ്ത്രം പുരോഗമിച്ചു. നമ്മുടെ സ്റ്റഡീസും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ കുറേ കൂടെയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ വളരെ ഏർലി സ്റ്റേജിലാണ് ട്യൂമർ മാത്രം ഉള്ളൊരു ചെറിയ ട്യൂമേഴ്സാണ് കിഡ്നിയുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ നമുക്ക് ട്യൂമർ മാത്രം മാറ്റിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ക്യൂർ കിട്ടുവാണ് പേഷ്യൻറ്റിന്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു സർജറീസ് നമുക്ക് ചെയ്യാം, റോബോട്ടിക്കലി ചെയ്യാൻ പറ്റും, കീ ഹോളിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു റോബോട്ടിക് പ്രൊസീജിയർ, ഇതിന് പാർഷ്യൽ നെഫ്രക്ടമി എന്നാണ് പറയുന്നത്. ഈ കിഡ്നിയിലെ ഒരു ട്യൂമർ മാത്രമായിട്ട് നമ്മൾ റിമൂവ് ചെയ്യണ ഒരു പ്രൊസീജിയർ. അപ്പോൾ പാർഷ്യൽ നെഫ്രക്ടമി ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാം. പക്ഷേ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലും നമുക്കത് റോബോട്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്യൂമർ കംപ്ലീറ്റ്ലി കിഡ്നിയുടെ ഉള്ളിലാണ്. നമ്മൾ ഇപ്പോൾ ഒരു പാർഷ്യൽ നെഫ്രക്ടമി ചെയ്യുമ്പോൾ നമ്മളകത്ത് പോയി കിഡ്നി കാണുന്നു, കിഡ്നിയുടെ അവിടെ തടിപ്പ് തള്ളി നിൽക്കുന്നു. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തടിപ്പ് നന്നായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് ആ തടിപ്പ് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നേരെ മറിച്ച് ചില സിറ്റുവേഷൻസ് ഉണ്ട് വേർ തടിപ്പ് കംപ്ലീറ്റ്ലി കിഡ്നിയുടെ ഉള്ളിലാണ്, പുറമേ നമുക്ക് കാണാനേ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പിക്കലി പോകുമ്പോൾ കിഡ്നി കാണുവാണ്, കിഡ്നിയുടെ സർഫസിൽ മുഴ കാണുവാണെങ്കിൽ നമുക്കത് സുഖമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കത് മാത്രമായിട്ട് മാറ്റാൻ പറ്റും. നേരെ മറിച്ച് ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി കിഡ്നിയുടെ ഉള്ളിലാണെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് റോബോട്ടിക്സ് കുറേ കൂടെ ഹെൽപ്ഫുള്ളാണ്. കുറച്ചുകൂടെ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ സർജറി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്.
അതായത് കിഡ്നി സേവ് ചെയ്ത് ആ ട്യൂമർ മാത്രം എടുക്കാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഡെഫിനറ്റ്ലി നമുക്ക് റോബോട്ടിക്സ് ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനാണ് അവിടെ. റോബോട്ടിക്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. സോ ഇപ്പോൾ യൂറോളജിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പാർഷ്യൽ നെഫ്രക്ടമി ഉണ്ട്, ഇപ്പോൾ കിഡ്നി മാറ്റേണ്ട സർജറി നെഫ്രക്ടമി എന്ന് പറഞ്ഞ സർജറി. ഇനി അതല്ലെങ്കിൽ കിഡ്നിയുടെ അവിടെ നിന്ന് യൂറിൻ പോണ ട്യൂബ് ഉണ്ടല്ലോ, യൂറിറ്റർ, അവിടെ ട്യൂമേഴ്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കല്ലിൻ്റെ സർജറീസ്, ഇതെല്ലാം നമുക്ക് റോബോട്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. താഴെ വരുമ്പോൾ ബ്ലാഡറിൽ, യൂറിനറി ബ്ലാഡറിൽ ഇപ്പോൾ ട്യൂമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വലിയ കല്ലുണ്ട് ബ്ലാഡറിൽ, ഇതെല്ലാം നമുക്ക് റോബോട്ടിക്കലി നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. താഴേക്ക് വരുമ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ സർജറീസ്, ഇതൊക്കെ നമുക്ക് റോബോട്ടിക്കലി ചെയ്യാം. അപ്പോൾ ബേസിക്കലി എല്ലാ സർജറീസും നമുക്ക് റോബോട്ടിക്കലി ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിൽ വെൻ കോസ്റ്റ് ഈസ് എ ഫാക്ടർ, അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ റോബോട്ടിക് സർജറീസ് കുറച്ചുകൂടെ നമ്മൾ റെസ്ട്രിക്റ്റീവ് ആണ്. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് മാത്രം നമ്മൾ റെസ്ട്രിക്റ്റീവ് ആണ്. ആക്ച്വലി നമുക്കത് ഏത് സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാം.